മുല്ലച്ചെടികളാണ് കേട്ടോ. നിങ്ങളുടെ വീടിനെ സ്വർഗമാക്കുന്ന ഒരു സുഗന്ധ ലോകം പണിയാൻ 10 മുല്ലച്ചെടികൾ മാത്രം മതിയെന്നേ. അതെ, ഒരു വീടിനെ മനോഹരമാക്കാൻ വലിയ ചിലവോ ലക്ഷറി ഡെക്കറേഷൻസോ ഒന്നും വേണ്ട. മുല്ലപ്പൂച്ചെടികൾ മതി. അതെ, വൈകുന്നേരം ഒന്ന് നമ്മുടെ വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ കാറ്റോടൊപ്പം വരുന്ന ആ ഒരു സുഗന്ധം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വീട്ടുമുറ്റം മുഴുവൻ വെള്ളപ്പൂക്കൾ നിറയുന്ന ആ ഒരു ഫീൽ ഒന്ന് ആലോചിച്ച് ഒന്ന് മനസ്സിൽ കണ്ടു നോക്കി. അതൊക്കെ അനുഭവിച്ചവർക്കേ അറിയൂ കേട്ടോ. മുല്ലയുടെ യഥാർത്ഥ മാജിക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മുല്ലച്ചെടികൾ വീട്ടിൽ വളർത്തുക തന്നെ വേണം. അതെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സാധാരണ മുല്ലകളല്ല, 10 വ്യത്യസ്ത മുല്ലച്ചെടികളുടെ ഒരു അപൂർവ കളക്ഷനാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അതും നമ്മളിപ്പോൾ ഇത് കോംബോ ഓഫറിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കാരണം അവസാനം എത്തുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് മുല്ലപ്പൂ നട്ടാൽ ഏറ്റവും ഭംഗിയാവുമെന്ന് നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് അറേബ്യൻ ജാസ്മിൻ ആയിരുന്നു. എന്തുകൊണ്ടാണ് ആദ്യം കാണിക്കുന്നതെന്ന് അറിയാമോ? ഇതാണ് മുല്ലപ്പൂക്കളുടെ രാജ്ഞി, രാജമല്ലിക എന്നറിയപ്പെടുന്ന ചെടി. സാമ്പാക് ജാസ്മിൻ എന്നും പറയും. ഏതാണ്ട് 9 തട്ടോട് കൂടിയിട്ടാണ് ഇതിലെ പൂക്കൾ വിരിയുക. ശരിക്കും പറഞ്ഞാൽ എന്താ, മുല്ലപ്പൂ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു ക്ലാസിക് വെറൈറ്റിയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തേത് ആരാണെന്ന് അറിയണ്ടേ? അതെ, നമ്മുടെ കല്യാണി മുല്ലയാണ്. അപ്പോൾ കല്യാണി മുല്ലയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട. ശരിക്കും ഒരുപാട് എലഗൻ ലുക്കുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ കല്യാണി മുല്ല എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ക്ലസ്റ്ററായിട്ടാണ് പൂക്കൾ വരുന്നത്. നന്നായി പൂത്താലുണ്ടല്ലോ പ്ലാന്റ് ഒരു വൈറ്റ് ബാസ്ക്കറ്റ് പോലെ നമുക്ക് തോന്നും. അതെ, ലോ മെയിൻ്റനൻസ് ഉള്ളൊരു പ്ലാന്റാണ്. ഹെവി ഫ്ലവറിങ് തരുന്ന ഒരു സൂപ്പർ വെറൈറ്റിയാണ് ഈ കല്യാണി മുല്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊരു പൂക്കൂടയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റാണ് ഈ കല്യാണി മുല്ല. അപ്പോൾ ഇനി അടുത്ത ആരാണെന്ന് അറിയണ്ടേ? അടുത്തത് നമ്മുടെ ക്ലൈംബിംഗ് ജാസ്മിൻ ആണ് കേട്ടോ. അതെ, പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ക്ലൈംബറാണ്. അതെ, ഗേറ്റിലോ ആർച്ചിലോ വാളിലോ ഒക്കെ കയറ്റി വിട്ടാലുണ്ടല്ലോ അത് മുഴുവൻ വെള്ളപ്പൂക്കളാൽ നിറഞ്ഞൊരു കാട്ടൻ പോലെയായിട്ട് മാറും. അതെ, വെഡ്ഡിങ് ഹൗസിൻ്റെ ഒരു ഫീലൊക്കെ നൽകുന്നൊരു ചെടിയാണ്. റിസോർട്ടിലൊക്കെ പോയാൽ ഒരു റിസോർട്ട് ഫീലൊക്കെ നൽകുന്നൊരു ചെടിയാണ്. അങ്ങനെ ഒരു റോയൽ ലുക്കാണ് ഈ ഒരു ക്ലൈംബിംഗ് ജാസ്മിൻ നൽകുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിലൊക്കെ നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ് ഈ ക്ലൈംബിംഗ് ജാസ്മിൻ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. സീസൺ ഇല്ലാതെ തന്നെ എപ്പോഴും ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കുന്ന ക്ലൈംബിംഗ് ജാസ്മിൻ എല്ലാ ദിവസവും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പൂ വിരുന്ന് തന്നെ നമുക്ക് ഒരുക്കി തരുന്നൊരു ചെടിയാണ് ഈ ക്ലൈംബിംഗ് ജാസ്മിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ആരാണെന്ന് അറിയണമെന്നുണ്ടോ? അതെ, നമ്മുടെ ഇരുവാച്ചി മുല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ബ്യൂട്ടി എന്ന് തന്നെ നമ്മുടെ ഇരുവാച്ചി മുല്ലയെ പറയാം കേട്ടോ. കേരളത്തിലെ പഴയ വീടുകളിലൊക്കെ ഒരിക്കൽ കോമൺ ആയിരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു ഇരുവാച്ചി മുല്ല എന്ന് പറയുന്നത്. ഈ മുല്ലയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? പൂത്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ, ഒരു സുഗന്ധം വളരെ സോഫ്റ്റായിരിക്കും. പക്ഷേ രാത്രി ആകുമ്പോഴുണ്ടല്ലോ കൂടുതലിങ്ങനെ സ്മെല്ല് വന്നുകൊണ്ടേയിരിക്കും. ഓൾഡ് മെമ്മറീസിൻ്റെ ഫീല് തരുന്ന ഒരു നോസ്റ്റാൾജിക് പ്ലാന്റാണ് ഈ ഒരു ഇരുവാച്ചി മുല്ല എന്ന് പറയും. നല്ല രസമായിട്ട് ഒരു 3 അടുക്കിലൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നതാണ്. നല്ല ചന്താണ് ഇതിനെ കാണാൻ. അതുപോലെ സുഗന്ധമാണ് കേട്ടോ ഈ ഒരു പൂവിനെ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് മുല്ലപ്പൂക്കൾ മണം ഒരുപാട് അല്ലെങ്കിൽ സുഗന്ധം ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ഈ ഇരുവാച്ചി മുല്ല എന്ന് പറയുന്നത്. കാര്യം അത്രത്തോളം രാത്രിയിൽ അത്രത്തോളം സുഗന്ധം തരുന്നൊരു പ്ലാന്റാണ്. നമ്മളൊക്കെ പറയാറില്ലേ ചിലപ്പോൾ യക്ഷിയൊക്കെ വന്നു എന്നൊക്കെ. കേരളത്തിലെ യക്ഷികളൊക്കെ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കാറാണല്ലോ പതിവ്. അപ്പോൾ പല വീടുകളിലും ഇതിങ്ങനെ പൂത്തുലയുമ്പോൾ യക്ഷി വന്ന ഒരു ഫീലൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ. അതെ, അടിപൊളി ഇരുവാച്ചി മുല്ല നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇനി അടുത്തത് ഏതാണെന്നറിയാമോ? നമ്മുടെ സ്റ്റാർ ജാസ്മിനാണ്. അതെ, പടർന്നു പോയില്ല, കുറ്റിച്ചെടിയായിട്ട് നിന്ന് വളരുന്നതാണ്. ഇതിൻ്റെ പൂക്കൾ നോക്കിയാലുണ്ടല്ലോ ചെറിയ സ്റ്റാർസ് പോലെ തോന്നിക്കും. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ജാസ്മിൻ എന്ന പേര് വന്നത്. ക്ലസ്റ്ററായി ഒരുപാട് പൂക്കൾ തരും. നന്നായിട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്തിങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടായി പോലും ഈ ഒരു പൂക്കൾ ഉപയോഗിക്കാൻ പറ്റും, ഈ ഒരു ചെടി ഉപയോഗിക്കാൻ പറ്റും. അത്രയും ലുക്കിലാണ് വളരുക. അടുത്തത് നമ്മുടെ കുടമുല്ലയാണ്. കുടമുല്ല എന്ന് വെച്ചാൽ മുല്ലകളിൽ ഏറ്റവും യൂണിക് വെറൈറ്റിയിലൊന്നാണ് ഈ കുടമുല്ല എന്ന് പറഞ്ഞത്. ശരിക്കും ഇതിൻ്റെ മഡ് സ്റ്റേജിൽ തന്നെ നല്ല ഭംഗി കാണുമെന്നുള്ളതാണ്. റൗണ്ട് ഷേപ്പിലുള്ള മൊട്ടുകളാണ്. പിന്നെ സ്ലോലി ബ്ലൂം ചെയ്യുമ്പോഴുണ്ടല്ലോ കാണാൻ അതീവ മനോഹരമാണ് കേട്ടോ. നമ്മുടെ
പണ്ടത്തെ പെൺകുട്ടികളും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മുടിയിൽ ചൂടാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫ്ലവറാണ്, കുടമുല്ല. അതെ, ശരിക്കും എൻ്റെ ഫേവറേറ്റ് വെറൈറ്റികളിൽ ഒന്നാണ് ഈ കുടമുല്ല. ട്രഡീഷണൽ ഫങ്ഷനും എന്താ പറയുക, ബ്രൈഡൽ യൂസിനും ഒക്കെ ഇതിനൊരുപാട് ഡിമാൻഡാണുള്ളത്. ഇത് ഇങ്ങനെ ചെടിയിൽ മൊട്ടുകൾ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അത്രത്തോളം മൊട്ടുകൾ ഇങ്ങനെ തിങ്ങി നെരുങ്ങി നന്നായിട്ട് പിടിച്ച് തിങ്ങും. നമുക്കിങ്ങനെ കോർത്ത് തലയിലും ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ കുടമുല്ല പൂക്കളെന്ന് പറയുന്നത്. പണ്ട് കേട്ടിട്ടില്ലേ അതേ കുടമുല്ല. അടുത്തത് നമ്മുടെ സൂചിമുല്ലയാണ് കേട്ടോ. പേര് പോലെ തന്നെ ഇതിൻ്റെ പെറ്റൽസ് നീളമുള്ള നീഡിൽ ഷേപ്പിലായിരിക്കും കാണുന്നത്. ഇതേ കണ്ടില്ലേ, അടിപൊളിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ നോക്കുമ്പോൾ ഒരുപാട് പൂക്കൾ ഒരുമിച്ച് വന്നാലുണ്ടല്ലോ, പ്ലാന്റ് മുഴുവൻ എന്താ പറയുക, ഒരു വൈറ്റ് ഫയർ വർക്ക്സ് ചെയ്തതുപോലെ ഇങ്ങനെ തോന്നും. അത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. റെയർ ജാസ്മിൻ കളക്ഷനിൽ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ വെറൈറ്റി വീട്ടിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഇലകൾക്കും ഒരു പ്രത്യേകമുണ്ട്, ഇതിൻ്റെ പൂക്കൾക്കും ഒരു പ്രത്യേകമുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വളരുന്നതാണ്, കാണാൻ നല്ല ക്യൂട്ട് ലുക്കായിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ജാസ്മിൻ എന്ന് പറയുന്നത്. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പൂക്കളിൽ പെടുന്നതാണ്. നല്ല ചന്തത്തോടെയാണ് ഇത് വിരിഞ്ഞ് നിൽക്കുക. ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ, സാധാരണ മുല്ലച്ചെടികളുടെ ഇലകൾ പോലല്ല, കുറേ കൂടെ കട്ടിയുള്ള കുറേ കൂടെ ഷാർപ്പായ ഇലകളാണ്. നല്ല രസമാണ് ഈ ഇലകളും പൂക്കളും. ആ പൂക്കളും വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ. കണ്ടില്ലേ, ആ പൂവിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂക്കളിലൊന്നാണ് ഇത്. ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നത്. 10 മുല്ലച്ചെടികളുടെ കോംബോ ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. 380 രൂപയാണ് കോംബോ ഓഫറിന്. ഈ കോംബോ ഓഫറിൽ വരുന്ന അടുത്ത മുല്ല മഞ്ഞ മുല്ലയാണ് കേട്ടോ. മഞ്ഞപ്പിച്ചി എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. അതൊരു ട്വിസ്റ്റാണെന്ന് തന്നെ പറയാം. എല്ലാ മുല്ലപ്പൂക്കളും വെള്ളയായിരിക്കണമെന്നില്ല. ഇതാണ് യെല്ലോ ജാസ്മിൻ എന്ന് പറയുന്നത്. ബ്രൈറ്റ് യെല്ലോ ഫ്ലവേഴ്സുള്ള ഒരു സ്റ്റണ്ണിങ് ക്ലൈംബിംഗ് പ്ലാന്റ് ആണ് കേട്ടോ. മോർണിംഗ് സൺലൈറ്റിലുണ്ടല്ലോ ഈ പൂക്കൾ ഷൈൻ ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ബ്യൂട്ടിയാണെന്ന് പറയാം. നമ്മൾ ഇതുപോലെ പിച്ചിയൊക്കെ വളർത്തുന്നത് പോലെ വോളിലും ഫെൻസിങ്ങിനും പർഗോള സ്റ്റൈലിഷ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ വെറൈറ്റിയാണ് ഈ യെല്ലോ ജാസ്മിൻ എന്ന് പറയുന്നത്. അപ്പോൾ യെല്ലോ ജാസ്മിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്ന ഒരു റെയർ വെറൈറ്റിയാണ്. അടുത്തത് മണിമുല്ലയാണ്. മണിമുല്ലയെക്കുറിച്ച് പറയാനാണെങ്കിൽ മുല്ലപ്പൂ പന്തൽ ഒരുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് കേട്ടോ മണിമുല്ല. പക്ഷേ ഇത് സീസണലാണ് കേട്ടോ. വർഷത്തിലൊരു 3 മാസം ഇതിൽ പൂക്കളുണ്ടാവുള്ളൂ. പൂക്കൾ പിടിക്കുമ്പോൾ എന്താ പറയുക, പന്തൽ കെട്ടിയിട്ടതുപോലെ പൂത്തങ്ങ് ഇളയുകയാണ് ചെയ്യുന്നത്. അത്രയും ഭംഗിയായിട്ട് നിൽക്കുന്ന സുന്ദരി പെണ്ണാണ്. അപാര സുഗന്ധം ഉണ്ടാവും. കൂട്ടത്തോടെ വിരിയുമ്പോൾ നിറച്ച് തേനീച്ചകളും മണ്ടുകളും ശലഭങ്ങളും ഒക്കെ തേൻ കുടിക്കാൻ വന്ന് പോകുന്നൊരു പൂച്ചെടിയാണ്, മുല്ലച്ചെടിയാണ്. നല്ല രസമായിട്ട് നമുക്ക് പന്തലൊക്കെ ഇട്ട് പടർത്തി വിടാം. ഗേറ്റിലും ആർച്ചിലും ഒക്കെ പടർത്തി വിടാം. കമ്പി കെട്ടിയിട്ട് അതിലേക്ക് പടർത്തി വിടാം. നല്ല ചന്തത്തോടെ വിരിയുന്ന സുന്ദരി. അവസാനത്തേതാരാ? നീലമുല്ല. അതെ, ശരിക്കും ഇതിൻ്റെ ശരിക്കുള്ള പേര് ഇറാന്തിമം എന്നാണ്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഇതിന് നീലമുല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോംബോയിൽ ഈ ഒരു പ്ലാന്റ് കൂടെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഒരു പ്ലാന്റാണ്. അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡനിന് അടിപൊളി ലുക്ക് നൽകുന്ന ഒരു മുല്ലച്ചെടി. ശരിക്കും ഇത് മുല്ല അല്ല കേട്ടോ, ഇത് ഇറാന്തിമം എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ 10 മുല്ലച്ചെടികളെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 10 മുല്ലച്ചെടികളുടെ കോംബോ നമുക്കെപ്പോഴും അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.